ഇവിടയിൽ കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ അമേരിക്ക നൈജീരിയയിൽ ഒരു ആക്രമണം, നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് ആക്രമണം നടത്തിയത്. ഗുരുതര കുറേ ആക്രമണങ്ങൾ, ന്യൂമറസ് അറ്റാക്ക് എന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ പാരാഗ്രാഫ് തന്നെ എഴുതിയിട്ടുണ്ട് ട്രംപ്. അപ്പോൾ ഇതിൽ നൈജീരിയയിൽ നടത്തിയ ആക്രമണം ശരിക്കും സിറിയയിൽ ലാസ്റ്റ് വീക്ക് നടത്തിയ ആക്രമണത്തിന്റെ തുടർച്ചയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം സിറിയയിൽ അമേരിക്കൻ ഭടന്മാർക്ക് നേരെ ആക്രമണം നടത്തിയ ഐസിസ് ഭീകരർക്കെതിരെയാണ് ശരിക്കും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പെൻറ്റഗണിൽ നിന്ന് തീരുമാനിച്ചത്. US-ന്റെ സെൻകോമാണ് ഈ ഒരു അറിയിപ്പ് പുറത്തുവിട്ടത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ എന്നുള്ള ആ ഒരു ഹെഡിങ്ങിൽ ട്രംപ് തന്നെയാണ് കൃത്യമായിട്ട് ഇതിന് ഉത്തരവിട്ടത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലൂടെ ട്രംപ് പറയാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയെ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും കൂടിയുള്ള അവകാശവാദം കൂടി ഉണ്ട് ഇതിനകത്ത്. അതായത് കൃത്യമായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഏരിയകൾ എവിടെയൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ, എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഇവർ ഒളിഞ്ഞിരിക്കുന്നത്, അതിൽ ഇവരുടെ ഡോമിനേറ്റ് ചെയ്യുന്ന ഏരിയ ഏതാണ്, ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാപ്പ് സഹിതം ഡോട്ട് ഇട്ട് പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ന്യൂമറസ് അറ്റാക്സ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എത്ര ഭീകരന്മാർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിന് പ്രധാനമായിട്ട് പറയപ്പെടുന്നത് അത് അത്ര എളുപ്പത്തിൽ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല. ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ അല്ലല്ലോ നടത്തിയത്, അപ്പോൾ എയർ സ്ട്രൈക്ക് ആണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇത് നൈജീരിയൻ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി, നൈജീരിയൻ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൺഫർമേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. നൈജീരിയയുടെ ഗവൺമെന്റ് അമേരിക്കയുടെ ഒരു ആക്രമണത്തിന് അനുകൂലിച്ചോ അഥവാ പ്രതികൂലിച്ചോ ഉള്ള വാർത്തകളൊന്നും തന്നെ അവർ പുറത്തുവിടുന്നില്ല, നിലപാടുകളൊന്നും തന്നെ അവർ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ ഇതിനകത്ത് അമേരിക്ക പ്രതീക്ഷിക്കുന്നെങ്കിൽ നൈജീരിയയുടെ ഗവൺമെന്റിന്റെ നിലപാട് അനുകൂലമാണെന്നുണ്ടെങ്കിൽ അമേരിക്ക നൈജീരിയയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കവേർട്ട് ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ അമേരിക്ക കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട വിഷയങ്ങൾ ചെയ്യും. നൈജീരിയയെ അറിയിച്ചുകൊണ്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നൈജീരിയയുടെ പക്കൽ നിന്നും ഇത്തവണ നടത്തിയ ആക്രമണത്തിന് കൺസെന്റ് ഇല്ല അമേരിക്കയ്ക്ക്. അപ്പോൾ ഒരുപക്ഷെ ഇത് ഞങ്ങളുടെ സോവറിനിറ്റിയെ മാനിക്കാതെയുള്ള അമേരിക്കയുടെ പെരുമാറ്റമായിട്ട് വേണമെങ്കിൽ നൈജീരിയൻ ഗവൺമെന്റിനെ വിലയിരുത്താം. ഈ രണ്ട് സൈഡിലും ഉണ്ട്. പക്ഷേ ഇതുവരെ നൈജീരിയ ഒരു തരത്തിലുള്ള കമന്റ് പാസ്സാക്കിയിട്ടില്ല. പക്ഷെ അതേസമയം നൈജീരിയ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണത്തെ കൺഫേം ചെയ്തിട്ടുണ്ട്. അതായത് തീവ്രവാദികൾ നടത്തിയ ആക്രമണങ്ങളെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ ഒരു ക്രിസ്മസ് സമ്മാനം എന്നുള്ള നിലയിൽ തന്നെയാണ് ട്രംപ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള വാർത്ത പലരും പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഛത്തീസ്ഗഡിലും അതേപോലെ UP-യിലും ക്രിസ്മസ് ഫെസ്റ്റിവലിനെതിരെ, ക്രിസ്മസ് സെലിബ്രേഷനെതിരെ, ക്രിസ്മസ് ട്രീ, അതേപോലെ തന്നെ ക്രിസ്മസ് സ്റ്റാൾ, ഇതിനെതിരെയൊക്കെ ആക്രമണങ്ങൾ ഇന്ത്യക്കുള്ളിലും ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ന് കൺഫേം ചെയ്തുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നിലവിലെ ഹിന്ദു സംഘടനകൾക്കെതിരെയാണ് ഈ ഒരു ആരോപണങ്ങൾ വരുന്നത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇതിന്റെ പുറകിൽ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് അന്വേഷിച്ച് വിലയിരുത്താമെന്നുള്ളത് ഛത്തീസ്ഗഡിലും അതേപോലെ തന്നെ UP-യിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ നിലപാട്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ നിലപാട് എങ്ങനെയാണ്. എന്നിരുന്നാലും ഈ സെലിബ്രേഷനുകൾക്കെതിരെ നടത്തുന്ന ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ശരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിലായിരിക്കും ഇമാതിരിയുള്ള പെരുമാറ്റങ്ങൾ. അപ്പൊ ഇത് ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ പറ്റുന്ന സംഗതികളല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അജണ്ട ആയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഈ നൈജീരിയക്കുള്ളിൽ ഈ ഐസിസ് ഭീകരർ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഐസിസ് മാത്രമല്ല, അവിടെ BH എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, ഈ ബൊക്കോ ടീമുകൾ. ഇവന്മാർ 2015 ഈ ഐസിസുമായിട്ട് സഖ്യം പ്രഖ്യാപിച്ച് അവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ എടുത്ത തീരുമാനം, അതിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ആഫ്രിക്കയുടെ ഉള്ളിൽ ഇവർ വേരുറപ്പിക്കുന്നത്. അപ്പൊ അതിനെ തുടർന്ന് അവർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനെതിരെ അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തിനുള്ളിൽ അവർ ചില ഏരിയകളാണ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിലൊരു 4-5 ഏരിയകളുണ്ട്. ആ ഏരിയയിൽ ആദ്യമായിട്ട് അവർ ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള മിലിറ്ററി ബേസുകൾ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യും. കാരണം അവിടെ നിന്നാണ് ആക്രമണങ്ങൾ ഇവർക്കെതിരെ നടക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ, ഡിഫൻസ് ആണ് ഏറ്റവും കൂടുതൽ അവർ തകർക്കാൻ ആദ്യം ശ്രമിക്കും. അതുപോലെ സിവിലിയൻ ഡിഫൻസ് പോലീസ് സിസ്റ്റം, അതായത് ആ രാജ്യത്തിനുള്ള ലോക്കൽ പോലീസിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതിനെതിരെയും ഇവർ ആക്രമണങ്ങൾ നടത്തി തുടങ്ങും. പിന്നീട് ഗവൺമെന്റ് ഓഫീസുകൾക്കെതിരെ ആയിരിക്കും ആക്രമണങ്ങൾ നടത്തുക. ഒരു ഏരിയയിൽ പോവുക, ആ ഗവൺമെന്റ് ഓഫീസ് അറ്റാക്ക് നടത്തുക, അതിനെ ചിന്നാഭിന്നമാക്കുക, അതിലുള്ള ആൾക്കാരെ കൊലപ്പെടുത്തുക. അങ്ങനെ ഏരിയ ബൈ ഏരിയ ഇവരിങ്ങനെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ പൊതുവെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, മാസീവായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, അതേപോലെ ജനവാസ കേന്ദ്രങ്ങൾ, ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ ഇവർ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ടാർഗറ്റ്. അത് കഴിഞ്ഞാൽ ഇവർ യഥാർത്ഥ ടാർഗറ്റിലേക്ക് ഇവർ ഇറങ്ങും. അതാണ് ഈ മൈനോറിറ്റികൾ അഥവാ ഇസ്ലാം വിശ്വാസികളല്ലാത്ത ആൾക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളത്. അപ്പോൾ ആ രാജ്യത്ത് ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻസ്, ഇല്ലെങ്കിൽ ഇതര മതസ്ഥർ, ഗോത്രവർഗ്ഗക്കാർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇസ്ലാം വിശ്വാസികളല്ലാത്ത ആൾക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ടാർഗറ്റ്. അപ്പോൾ അതിലേക്ക് ഇവർ മുന്നോട്ട് നടന്നു നീങ്ങും. പ്രശ്നം ഇതിലൂടെ വലിയ രീതിയിലുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആ രാജ്യത്തിൽ രൂപപ്പെടും. ആ ക്രൈസിസിൽ നിന്നും
പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടാവും. അത് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ ദീൻ പറഞ്ഞ് ഇവർ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് അവരുടെ മനസ്സ് മാറ്റി ഇവരോടൊപ്പം അവർ കൂട്ടിച്ചേർക്കും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. അപ്പൊ നിലവിൽ നൈജീരിയയിൽ മാത്രം ഏതാണ്ട് 3000 ഐസിസുകാരുണ്ടെന്നാണ് ഇപ്പൊ നിലവിലുള്ള കണക്ക്. ഇന്നലെ നൈജീരിയക്കുള്ളിൽ സംഫറ അതേപോലെ സൊക്കോട്ടോ ഇങ്ങനെ ഈ രണ്ട് റീജിയനാണ് ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. ഇനിയും ഒരുപാട് റീജിയൻ അവിടെ ഉണ്ട് ഈ ഐസിസിന്റെ കൺട്രോളിലുള്ളത്. അപ്പൊ ഇത് അമേരിക്ക തുടർച്ചയായിട്ട് അറ്റാക്ക് നടത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രസ്താവനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ടൈം ടു ടൈം ഇതേപോലത്തെ ആക്രമണങ്ങൾ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ സിറിയക്കുള്ളിലും അവിടെ ഐസിസ് ഭീകരരുണ്ട്. പക്ഷേ 70 അറ്റാക്ക് നടത്തി അമേരിക്ക നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ അതേപോലെ കണ്ടിന്യൂ ചെയ്യാത്ത രീതിയിൽ ഒരു അറ്റാക്ക് ആണോ ഇത്, ഇല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നടത്തുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വിവരവും അമേരിക്കയുടെ പക്കൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെയാണ് പൊതുവില് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതായത് ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവരെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നത് വരെ, മൊത്തത്തിൽ തുടച്ച് നീക്കുന്നത് വരെ ഈ ഒരു അറ്റാക്ക് തുടരുമോ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് അമേരിക്ക മാറി നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് പലരും ചോദിക്കുന്ന ചോദ്യം. കാരണം ഇപ്പം നൈജീരിയക്ക് ഇനി അമേരിക്കയെ അവർ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൈജീരിയക്കുള്ളിലുള്ള അസറ്റുകൾ അതുപോലെ തന്നെ റെയർ എർത്ത് എലമെന്റ്സ് ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കരാറുകളുമായിട്ട് അമേരിക്ക മുന്നോട്ട് വരും. അപ്പൊ അതുകൊണ്ട് നൈജീരിയ വളരെ വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കും ഇതിനകത്ത് തീരുമാനമെടുക്കുക. അപ്പൊ അതുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് എന്നതിനനുസരിച്ചിരിക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയ സമയത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 35,000 ഇന്ത്യക്കാരെ 1 ഇയർ കൊണ്ട് റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് എംപ്ലോയ്മെന്റ് സ്കിൽഡ് വർക്കേഴ്സിനെ ആവശ്യമുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് വന്നിരുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഇപ്പൊ ഇന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നത് 50,000 പേരെ പെർ ഇയർ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ഹയർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്കുള്ളിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ -50 ഒക്കെയാണ് പല സമയത്തും അവിടുത്തെ താപനില. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള തണുപ്പാണ്. തണുത്ത് വിറങ്ങലിച്ച അവസ്ഥയിൽ പണിയെടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ വേണം. അപ്പൊ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ യുവാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്, സ്കിൽഡ് വർക്ക് ചെയ്യാനുള്ള ലേബേഴ്സ് അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യുദ്ധത്തിന് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഹയറിംഗ് നടത്തരുത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് റഷ്യയിലേക്ക് പോകണമെങ്കിൽ പോവാം. അതേസമയം ഇപ്പം ഇവിടെ പെണ്ണ് കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട്. റഷ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പെണ്ണ് കെട്ടാനും പറ്റും എന്നുള്ളതാണ് പൊതുവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവിടെ ആണുങ്ങളില്ല, ഷോർട്ടേജ് ആണ്. അവിടെ സ്ത്രീകൾക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ജോലിയും കിട്ടും, പെണ്ണും കിട്ടും, കുടുംബമായിട്ട് താമസിക്കാം. പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ റഷ്യൻ പൗരയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയ്ഡും കിട്ടും ഗവൺമെന്റിൽ നിന്ന്. അങ്ങനെ പല ഫെസിലിറ്റീസോടും കൂടിയുള്ള ഒരു സംവിധാനമാണ് റഷ്യ ഇന്ത്യൻ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കുക. ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് കടന്നു കയറിയ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ഇത് അസ്സാം ബോർഡറിലാണ് കൃത്യമായിട്ട് ഇവരെ പിടികൂടിയത്. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേഷനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 95,000 രൂപ ഈ ലേഡി കൈമാറിയിട്ടുണ്ട്. അതിനകത്ത് ഇതിന് ഏജന്റ് ഉണ്ടെന്ന്, ആ ഏജന്റിനാണ് ഈ പണം കൈമാറിയത്. ഏജന്റ് കൃത്യമായിട്ട് ആധാർ കാർഡും അതേപോലെ പാൻ കാർഡും സംഘടിപ്പിച്ച് കൊടുക്കും. ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ത്യൻ സിറ്റിസനായിട്ട് മാറ്റി അവർക്ക് ഇന്ത്യക്കുള്ളിൽ സ്വാതന്ത്ര്യമായിട്ട് യാത്ര ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ്. ഇതൊരു പ്രോജക്റ്റ് ആണ്. ഇവർ വലിയ തോതിൽ ബിസിനസ് മാതൃകയിലാണ് ഇത് അസാമിന്റെ ഉള്ളിൽ നടത്തുന്നത്. അപ്പം ഇവരെ അന്വേഷിച്ചിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതായത് മനസ്സിലാക്കിക്കോണം, അതായത് ഒരു രാജ്യം എത്രമാത്രം ബുദ്ധിമുട്ടി ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ ക്രോസ് ബോർഡർ തീവ്രവാദത്തിനെതിരെ നിരന്തരം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇമാതിരിയുള്ള പരിപാടികളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ഇത് സാധാരണ ഒരു ലേഡിയാണ്. ഈ ലേഡിക്ക് തന്നെ ഇമാതിരി 95,000 രൂപ കൊടുത്തിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീവ്രവാദികൾക്ക് എത്ര എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിച്ചു നോക്കേണ്ടത്. ഈ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ഓസ്ട്രേലിയയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയില്ലേ? അതായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഞാനിവിടെ നിരോധിച്ചിരിക്കുന്നു, ഇനി ഒരു പ്രതിഷേധം ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് ഇവിടെ കണ്ടത്? ഖാലിസ്ഥാനികൾ. ആ ഖാലിസ്ഥാനികൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലേ? ആന്റണി ആൽബനീസിന് ഇതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയാനില്ലേ എന്നുള്ളതാണ് ചോദ്യം. അതായത് പ്രതിഷേധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രതിഷേധം പാടില്ല. പിന്നെ ഈ ഖാലിസ്ഥാനികൾ ഈ കൊടിയും പൊക്കിക്കൊണ്ട് എവിടെ നിന്ന് വന്നു? അപ്പൊ ഇത് ചിന്തിക്കേണ്ടതും ഇതിന് നടപടി എടുക്കേണ്ടതും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ആണ്. വെറുതെ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പോരാ. ഇനിയിപ്പോ ഇതിനെ തുടർന്ന് മറ്റേ പ്രോ പാലസ്തീൻകാരെ ഇനിയിപ്പം തെരുവിലിറങ്ങും. അപ്പൊ അതായത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞ വാക്കിന് ഒരു വിലയും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തൽക്കാലം വെനിസുലയുടെ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട ടാങ്കർ ഫ്ലീറ്റുകൾ ഇതെല്ലാം തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആദ്യം സീസ് ചെയ്ത് കൈക്കലാക്കുക. അത് കഴിഞ്ഞിട്ട് വെനിസുലയെ എന്ത് ചെയ്യണം നമുക്ക് തീരുമാനിക്കാമെന്നാണ് ഇപ്പൊ തൽക്കാലം പറഞ്ഞിരിക്കുന്നത്. മാക്സിമം ഒരു 2 months ഗ്യാപ്പ്, ആ ഒരു 2 മാസത്തിനുള്ളിൽ വെനിസുലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പൊ സ്ലോലി ഈ എണ്ണ ടാങ്കുകളൊക്കെ പിടിച്ചെടുക്കുക, ഈ എണ്ണ കമ്പനികളൊക്കെ അമേരിക്കയുടെ പരിധിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ നിലവിലെ അമേരിക്കയുടെ ലക്ഷ്യം. അതിനനുസരിച്ചാണ് അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ റഷ്യ ഒരു ക്ലിയർ കട്ട് വാണിംഗ്, ഈ വാണിംഗ് കൊടുത്തിരിക്കുന്നത് UK-ക്കാണ്. Tu-95MS ഈ ന്യൂക്ലിയർ ബോംബ് ക്യാരി ചെയ്ത് കൊണ്ടുപോയി ഇടാൻ പാകത്തിനുള്ള ഈ ഒരു എയർക്രാഫ്റ്റ് ശരിക്കും നോർവേ സീയിൽ നിന്നും നോർത്തേൺ UK എയർ സ്പേസ് വരെ പറപ്പിച്ചിട്ടുണ്ട്.
അത് പറപ്പിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻസ് ബോംബ് ഇട്ടെന്നല്ല, ബോംബ് ഇടാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് UK ക്ലിയർ കട്ടായിട്ടുള്ള ഒരു വാർണിംഗ് ആണ് റഷ്യ കൊടുത്തിരിക്കുന്നത്. റഷ്യക്ക് ഇപ്പോൾ ഈ ഇടപെട്ട കാലത്ത് ലാസ്റ്റ് 1 വീക്ക് കൊണ്ട് വൻ നഷ്ടമാണ്. കുറേ റിഫൈനറികൾ അവർ അടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സീ വരെ എക്സ്റ്റെൻഡ് ചെയ്തുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ പല രീതിയിലും റഷ്യക്കെതിരെ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് നടക്കുന്നത്. ഹിഡൻ ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ ഉക്രൈൻ റഷ്യക്കുള്ളിലുള്ള ആർമി പേഴ്സണൽസിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റഷ്യ കുറച്ച് കെയർഫുൾ ആയിട്ട് നോക്കി കാണുകയാണ് കാര്യങ്ങൾ. ഇനി ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ് ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് സൈപ്രസിൽ ഒരു വലിയ മിലിറ്ററി ബേസ് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 1500 ട്രൂപ്പിനെ, 1500 പട്ടാളക്കാരെ പെർമനന്റ് ആയിട്ട് ഈ 3 രാജ്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഇസ്രായേൽ 500, സൈപ്രസ് 500, അതേപോലെ തന്നെ ഗ്രീസ് 500. ഇങ്ങനെ 3 പേരും 500 ബറ്റാലിയൻസ് വീതം കൊടുക്കും. നിരന്തരമായിട്ട് സൈപ്രസിൽ ബേസിൽ, ഈ ഒരു ആർമി ബേസിൽ തന്നെ നിലനിർത്താനാണ് തീരുമാനം. അവർ അവിടെ തന്നെ സ്റ്റേ ഓവർ ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തുർക്കിക്ക് വെക്കുന്ന ഒരു ചെക്കാണ്. തുർക്കിക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. കാരണം തുർക്കി ഞാൻ വലിയ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിലാണ് ബാക്ക് ടു ബാക്ക് തുർക്കിക്ക് പണി കൊടുക്കുന്ന രീതിയിൽ ഇസ്രായേലും ഗ്രീസും ചേർന്ന് സൈപ്രസിലൂടെ പണി കൊടുക്കുന്നത്. ഈ സൈപ്രസിൽ ഇസ്രായേലും ഗ്രീസും എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ റെഗുലർ പെട്രോളിംഗ് വെസൽസ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ 1500 പേരെ അവിടെ നിർത്തുന്നത് വെറുതെ അല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൊടുക്കും. അത് തീർച്ചയായിട്ടും ഒരു സൈപ്രസിന്റെ ബറ്റാലിയൻ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ മാതൃകയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് ഇവർ പെട്രോളിംഗ് വെസൽസ് നിരന്തരം, സൈപ്രസിന്റെ പെട്രോളിംഗ് വെസൽസ് മെഡിറ്ററേനിയനിൽ നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും കറങ്ങും. നമ്പർ 1. അതൊക്കെ തന്നെ തുർക്കിയെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എയർക്രാഫ്റ്റ് കരിയർ പലപ്പോഴായിട്ട് അവിടെ ഇൻ ബിറ്റ്വീൻ ടൈം ടു ടൈം അവിടെ എയർക്രാഫ്റ്റ് കരിയർ അങ്ങോട്ട് സഞ്ചരിക്കും. അതും ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എയർബേസിൽ, അതായത് ഏത് മൊമെന്റിലും എമർജൻസിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ എയർക്രാഫ്റ്റ് അവിടെ പാർക്ക് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട് ഇപ്പോൾ 2 ദിവസത്തിൽ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയാണ്. 28-ാം തീയതി ട്രംപിനെ മീറ്റ് ചെയ്യും. ആ സാഹചര്യത്തിൽ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ചർച്ച ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് തുർക്കിക്ക് F-35 കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇപ്പോഴും ഒരു 50-50 മൂഡിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ റഷ്യയുടെ S-400 ബന്ധപ്പെട്ട കമന്റ്സ് ഒക്കെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും അല്ല വിഷയം. ശരിക്കും പറഞ്ഞാൽ തുർക്കിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിലെ ഒരു ഉരുണ്ടുകളി. അപ്പൊ അതിലൊക്കെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ സൈപ്രസിൽ ഇസ്രായേൽ, ഗ്രീസ് 2 രാജ്യങ്ങളും ചേർന്ന് ഒരുക്കുന്ന ഒരു കെണി, അപ്പം ഇതൊക്കെ തന്നെ തുർക്കിയെ ഒരു നെഗോസിയേഷൻ പോയിന്റിലേക്ക് എത്തിക്കും. ഇതൊക്കെ അമേരിക്കയ്ക്ക് ഡോമിനേഷൻ കിട്ടുന്ന രീതിയിലുള്ള പോയിന്റുകളാണ് ശരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേലിന് ഒരു ഫുൾ പവർ കൊടുക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ തുടർന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഇന്നലെ ഗാസയ്ക്കുള്ളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഹമാസ് ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതേപോലെ തന്നെ ലെബനാൻ സൈഡിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഗാസയിലും ലെബനാനിലും കണ്ടിന്യൂസ് ആയിട്ട് തുടരുകയാണ്. ഈ തുർക്കിയുടെ ഇന്ത്യയുമായിട്ടുള്ള ഒരു കമിക്കാസ് ഡ്രോണിന്റെ വിഷയം ഞാൻ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.